എൻ്റെ ക്രാഷ് കോഴ്സിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ഫസ്റ്റ് യൂണിറ്റ്, അതിൻ്റെ മൊഡ്യൂൾ 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് മൊഡ്യൂൾ 2 ആരംഭിക്കുകയാണ്. ഈ മൊഡ്യൂൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക ഏതെല്ലാം രീതിയിൽ കാണാം, സം ഓഫ് ടേംസ് ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഭാഗത്ത് നമുക്ക് സാധാരണ രീതിയിൽ എങ്ങനെ പദങ്ങളുടെ തുക കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മൊഡ്യൂൾ 2 പാർട്ട് 1. അരിത്തമെറ്റിക് സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ട പല രഹസ്യങ്ങളും പല സീക്രട്ടുകളും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമ്മുമായിട്ട് ബന്ധപ്പെട്ട ഒരു രഹസ്യമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. 3 മുതൽ 48 വരെ ഒരു സീക്വൻസ് ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ടൈം 3 ആണ്, ലാസ്റ്റ് ടൈം 48 ആണ്. ഇതിന്റെ ഡി എന്ന് പറയുന്നത് എത്രയാണ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഡി ഈക്വൽസ് 5 ആണ് അല്ലെ. ഫസ്റ്റ് ടൈം 3 ആണ്, ലാസ്റ്റ് ടൈം 48 ആണ്. ഇതിന്റെ മുഴുവൻ സം നമുക്ക് കാണണം, ഇതിന്റെ തുക കാണണം എന്നിരിക്കട്ടെ. അപ്പൊ നമ്മളിങ്ങനെ ചെയ്യുന്ന 3 + 8 + 13 + 18 + 23 + 28 + ഇങ്ങനെ പോയി 48 വരെ പ്ലസ് ചെയ്യണം. എൻ്റെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. എന്നാൽ ഇതിനൊരു എളുപ്പ വഴി നമുക്ക് നോക്കാം. ഇതിന്റെ എളുപ്പ വഴിയാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. നോക്കുക, ഇതിന്റെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടെ നമ്മൾ ടോട്ടൽ ചെയ്തു. എത്രയാ? 48 + 3 എത്ര വരും? 51 അല്ലെ. ഇനി അത്ഭുതകരമായ ഒരു കാര്യം കണ്ടോട്ടോ. തൊട്ട് അടുത്ത സംഖ്യകളൊന്ന് നോക്കിക്കേ. 8ഉം 43, അത് ടോട്ടൽ ചെയ്താൽ എത്രയാ തന്നെ? 51. അടുത്ത പേര് നോക്കുക, 13ഉം 38, അതും 51. അടുത്ത പേര് നോക്കുക, 18ഉം 33, അതും 51. 23ഉം 28, അതും 51. അപ്പോ ഇവിടെ എത്ര പേരുകൾ ഇങ്ങനെ വന്നു നിങ്ങൾ നോക്കി. 1 2 3 4 5 പേരുകളാണ് വന്നിരിക്കുന്നത് അല്ലെ. 5 പേരുകളാണ് വന്നത് അല്ലെ. ഒരു പെയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 51. അപ്പോൾ ഇതിന്റെ സം കാണാനായിട്ടുള്ള എളുപ്പ വഴി എത്ര നിസ്സാരമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലെ. 3ഉം 48ഉം ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടെ ടോട്ടൽ ചെയ്യുക, 51. എന്നിട്ട് ടോട്ടൽ നമ്പർ നോക്കുക. എത്ര നമ്പർ ടേംസിന്റെ നമ്പർ നോക്കുക. 1 2 3 4 5 6 7 8 9 10 ടേം അല്ലെ. 10 ടേം ആവുമ്പോൾ അതിന്റെ പകുതി എടുക്കുക. കാരണം 10 സംഖ്യ ഉണ്ടെങ്കിൽ നമ്മൾ ഈ 2 എണ്ണത്തിന്റെ പെയറായിട്ട് എടുക്കുമ്പോൾ 2 എണ്ണം ഒരു പെയർ. അപ്പൊ 10 എണ്ണത്തിൽ എത്ര പെയറുണ്ടാവും? 10/2 എന്ന് വെച്ചാൽ 5. 5 × 51. നമ്മളിവിടെ ചെയ്ത കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഈ 51 എങ്ങനെ കിട്ടി? ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടെ നമ്മൾ പ്ലസ് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് 51 കിട്ടിയത് അല്ലെ. 3ഉം 48ഉം. എന്നിട്ട് അതിനെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്തു? 10/2 കൊണ്ട്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ്. ഇതിനകത്ത് എത്ര ടേംസ് ഉണ്ട്, എത്ര പദങ്ങളുണ്ട്? 10 എണ്ണം. അതിന്റെ പകുതിയാണ് എടുക്കേണ്ടത്. അപ്പോ സം കാണാനായിട്ടുള്ള അല്ലെ. ഇപ്പൊ നമ്മൾ ഇവിടെ കാണുകയാ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ സം ഓഫ് നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ ആകെ തുക കാണാനുള്ള ഇക്വേഷനാണ് നമ്മൾ കണ്ടത്. അപ്പൊ നമുക്ക് അതിനകത്ത് 3 കാര്യങ്ങൾ അറിയണം. ഒന്ന്, നമ്പർ ഓഫ് ടേംസ്, എത്ര പദങ്ങളുണ്ടെന്ന് അറിയണം, 10. ദെൻ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ഒന്നാം പദം, അതുപോലെ ലാസ്റ്റ് ടേം 48. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സ്റ്റുഡൻസ് ഇവിടെ എഴുതിയിരിക്കുന്ന നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, x1 x2 x3 അങ്ങനെ xn വരെ പദങ്ങളാണെങ്കിൽ അതിന്റെ സം കാണാനായിട്ടുള്ള ഇക്വേഷൻ ആണ് n/2 × x1 + xn. സ്റ്റുഡൻസ് ഇത് എണ്ണൽ സംഖ്യകൾ കൗണ്ട് ചെയ്യാനുള്ളതാണ്. ഇവിടെയും നമുക്ക് അതേ രീതി തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എണ്ണൽ സംഖ്യ 1 തൊട്ട് 200 വരെയുള്ള എണ്ണൽ സംഖ്യയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം അല്ലെ. ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം നമ്മൾ കൂട്ടി, പിന്നെ അത് കഴിഞ്ഞിട്ട് n/2 അല്ലെ. ഇങ്ങനെ ചെയ്തത് അല്ല. ഇതിന്റെ ആൻസർ നമുക്ക് നോക്കാം. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200/2. ഇവിടെ വരാൻ പോണത് 1 + 200 എന്ന് വെച്ചാൽ ഇവിടെ വരാൻ പോകുന്നത്
200/2 ഇൻറ്റു 201 അല്ലേ? അപ്പോൾ 201 വന്നേ. അപ്പോൾ നമ്മൾ ആദ്യത്തെ 200 പദങ്ങളുടെ തുക കാണാൻ ഈ ശ്രേണിയുടെ ഈ കൗണ്ടിങ് നമ്പേഴ്സിന്റെ ആദ്യത്തെ 200 സംഖ്യകളുടെ തുക കാണാൻ പറഞ്ഞാൽ നമ്മൾ 201 എടുക്കേണ്ടത്. 201 എടുക്കേണ്ടത് കണ്ടോ? 201 എടുക്കണം. എന്നിട്ട് 200 സംഖ്യയാണെങ്കിൽ അതിന്റെ പകുതി കൊണ്ടാണ് അതിനെ ഇൻറ്റു ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്കിത് മറ്റൊരർത്ഥത്തിൽ പറയാം. അപ്പൊ 100 സംഖ്യകളുടെ തുക കാണാൻ നമ്മളോട് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇവിടെ 101 ആയിരിക്കും വരിക. അപ്പോൾ n സംഖ്യകളുടെ സം കാണാൻ പറഞ്ഞാൽ നമ്മളിവിടെ n+1 എടുക്കണം. 100 സംഖ്യകളാണെങ്കിൽ 101 ഇതിന്റെ അകത്ത് വരുള്ളൂ അല്ലെ? 201 അല്ല വന്നത്. എന്നിട്ട് എന്ത് ചെയ്തോളണം? ഇതിനെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? n/2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. n/2. ഓക്കെ. അപ്പോൾ കൗണ്ടിങ് നമ്പേഴ്സിന്റെ സം കാണാനായിട്ട് നമുക്ക് ഈ ഇക്വേഷൻ വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. n/2 ഇൻറ്റു n+1. അപ്പോൾ നമ്മളോട് പറയാണ് 500 സംഖ്യകളുടെ 500 കൗണ്ടിങ് നമ്പേഴ്സ്, ഫസ്റ്റ് 1 മുതൽ 500 വരെയുള്ള എണ്ണൽ സംഖ്യ കൗണ്ടിങ് നമ്പേഴ്സ്, അതിന്റെ സം കാണാൻ പറഞ്ഞാൽ നമ്മൾ ഇവിടെ എഴുതേണ്ടത് എത്രയാണ്? 500+1 എന്ന് വെച്ചാൽ അടുത്ത സംഖ്യ. 500 വരെ കാണാൻ പറഞ്ഞാൽ 501 നമ്മൾ ഇതിന്റെ അകത്ത് വരേണ്ടത്. അപ്പൊ 500 സംഖ്യ ഉള്ളതുകൊണ്ട് 500/2 എന്ന് നമ്മൾ എടുക്കണം. അപ്പൊ എണ്ണൽ സംഖ്യകളുടെ സം കാണാനായിട്ടും ഇക്വേഷൻ നമ്മൾ ആദ്യം പഠിച്ചത് തന്നെയാണ്. ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ്. പക്ഷേ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടെ എണ്ണൽ സംഖ്യയുടെ കേസിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് സംഖ്യ വരും അല്ലെ? 200 സംഖ്യകളുടെ തുക കാണാൻ പറഞ്ഞ് 201 എന്നുള്ള സംഖ്യ ആയിരിക്കും ഇതിന്റെ അകത്ത് വരിക അല്ലെ? അപ്പൊ നമ്മളോട് 1000 ഫസ്റ്റ് 1000 കൗണ്ടിങ് നമ്പേഴ്സിന്റെ സം കാണാൻ പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് എഴുതുന്ന എത്രയായിരിക്കും? n+1 എന്ന് വെച്ചാൽ 1001 ആയിരിക്കും ഇവിടെ വരിക. ഇവിടെ 500 വരും അല്ലെ? 1000/2 എന്ന് വെച്ചാൽ 500 വരും. സ്റ്റുഡൻസ്, ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസ് 25 ടേംസിന്റെ സം കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 25 ടേംസിന്റെ സം കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ നമുക്ക് എടുക്കാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ ഡാറ്റ നമുക്കൊന്ന് എഴുതി നോക്കാം. ഈ സം കാണാനുള്ള ഇക്വേഷൻ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിക്കാണും. സം കാണുക എന്ന് വെച്ചാൽ സം ഓഫ് n ടേംസ് ഈക്വൽസ് നമുക്കറിയാം n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ് അല്ലെ? ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. അപ്പൊ ഇതിൻ പ്രകാരം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ അറിയാമെന്ന് നിങ്ങൾ നോക്കിക്കേ. നമുക്ക് n അറിയണം. അതെ, 25 ടേംസിന്റെ കാണാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ n = 25 എന്ന് നമുക്കറിയാം. ഇനി നമുക്കറിയേണ്ടത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമുമാണ്. ഫസ്റ്റ് ടേം 11 ആണെന്ന് നമുക്കറിയാം. എന്ന് വെച്ചാൽ x1 എന്ന് പറയുന്നത് 11 ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിൻ പ്രകാരം ചെയ്യണമെങ്കിൽ ലാസ്റ്റ് ടേം കാണണം. ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 25 ടേംസ് ആവുമ്പോൾ ഇതിന്റെ 25ാമത്തെ ടേം ആണ് നമുക്ക് അറിയേണ്ടത് അല്ലെ? 25ാമത്തെ ടേം അതറിയാൻ പാടില്ല. 25ാമത്തെ ടേം കാണാനായിട്ട് എന്താണ് മാർഗം? അപ്പൊ ആദ്യം 25ാമത്തെ ടേം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ 25ാമത്തെ ടേം കാണണമെങ്കിൽ x25 എന്ന് പറഞ്ഞാൽ f പ്ലസ്, ഇത് ചുരുക്കി പറയുകയാണെങ്കിൽ 25ാമത്തെ ടേം കാണണമെങ്കിൽ 24 ഇൻറ്റു d ആണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ? f പ്ലസ് 24d, 25 - 1d എന്ന് വെച്ചാൽ 24d. എളുപ്പത്തിലാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വളരെ വേഗത്തിൽ 11 പ്ലസ് 24 ഇൻറ്റു d നമുക്കിവിടെ പ്രത്യേകമായിട്ട് അറിയേണ്ടതുണ്ട്. d എന്ന് വെച്ചാൽ 11 തന്നെയാണ് d ആയിട്ട് വരുന്നത്. അപ്പോൾ 11. ഓക്കെ. അപ്പൊ 24 ഇൻറ്റു 11 നമ്മൾ 264 അല്ലെ? അപ്പൊ 11 പ്ലസ് 264 ഈക്വൽസ് 4 1 5 6 1 7 275 എന്നാണ് നമുക്കിതിന്റെ ആൻസർ കിട്ടുന്നത്. 275 എന്ന് വെച്ചാൽ എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത്? ലാസ്റ്റ് ടേം ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇത് 275 എന്ന് കിട്ടി. അപ്പൊ നമുക്കിനി ഈ ഇക്വേഷൻ ഉപയോഗിച്ച് സിമ്പിൾ ആയിട്ട് ഈ കണക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും അല്ലെ? അപ്പൊ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യണ കണ്ടോ? S25 പദങ്ങളുടെ തുക കാണാനായിട്ട് 25/2 ഫസ്റ്റ് ടേം 11 പ്ലസ് 25ാമത്തെ ടേം 275 അല്ലെ? അപ്പോൾ ഇതിന്റെ ആൻസർ ആയിട്ട് 25/2 ഇൻറ്റു 275 ഒന്ന് 76 286 എന്ന് വരും. 2 ഇങ്ങോട്ടേക്ക് 1 4 3 143. അപ്പൊ 143 ഇൻറ്റു 25 ആൻസർ.
I3 15, I4 20, 22 പറഞ്ഞിട്ടുണ്ട് 7, 3 2 6, 4 2 8, 1 2 2, 5 7 5 3 35 75 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത്. 35 75. ഓക്കെ, 3575 ആണ് നമുക്ക് വന്നത്. നമുക്ക് ഇത് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇത് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ ഡാറ്റ എഴുതുന്നു. ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്ക് 25 ടേംസ്, ഫസ്റ്റ് 25 ടേംസിന്റെ സം കാണാനുള്ള ഇക്വേഷൻ നമുക്ക് എഴുതാം. n/2 ഇൻറ്റു x1 പ്ലസ് xn എഴുതി അതിനകത്ത് നമുക്ക് തന്നിരിക്കുന്നത് ഓരോന്നോരോന്നായിട്ട് എഴുതാം. നമുക്ക് ഇത് പ്രകാരം ഇത് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് n25, അതുപോലെ x1 21 അല്ലേ. xn അറിയില്ല, അതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് f പ്ലസ് n-1 d ആണ്. അപ്പോൾ ഇതനുസരിച്ച് ആദ്യം xn കണ്ടുപിടിക്കണം. അപ്പോൾ f എന്ന് പറഞ്ഞാൽ നമുക്ക് 21 എന്നറിയാം, d എന്ന് പറഞ്ഞാൽ 32 മൈനസ് 21, അത് 11 തന്നെയാണ്, 11 തന്നെയാണ് അല്ലേ, 11 ആണെന്ന് നമുക്കറിയാം. ആദ്യം തന്നെ നമുക്ക് 25th ടേം കണ്ടുപിടിക്കാം. 25th ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 21 പ്ലസ് 24 ഇൻറ്റു 11 അല്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ ലഭിക്കട്ടെ. 21 പ്ലസ് 24 ഇൻറ്റു 11 240 264 285 എന്നാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. 25th ടേം എന്ന് പറയുന്നത് 285 ആണ്. നമുക്ക് 25 ടേംസിന്റെ സം കണ്ടുപിടിക്കാം. അതിനുള്ള ഇക്വേഷൻ നമുക്ക് എഴുതാം. ഇക്വേഷൻ എന്ന് പറയുന്നത് n/2 ഇൻറ്റു x1 പ്ലസ് xn ആണ്. അപ്പോൾ നമ്മൾ 25/2 ഇൻറ്റു x1 എന്നുള്ളിടത്ത് 21 പ്ലസ് 25ാമത്തെ ടേം 285 ആണ്. അടുത്ത സ്റ്റെപ്പിൽ 25/2 ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുന്നു. അപ്പോൾ 306 ആണ് കിട്ടുന്നത്. 1 5 6 8 2 3 306. ഓക്കെ, ദെൻ ഇനി നമ്മൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് 2 1 5 3 153 ഇൻറ്റു 25 എന്നാണ് നമുക്ക് ആൻസർ ലഭിക്കുന്നത്. അപ്പോൾ 153 25 കൂടെ നമുക്ക് ഇൻറ്റു ചെയ്ത് നോക്കാം. 3 15 5 26 6 2 പറഞ്ഞ് 7 3 2 6 0 1 3825. ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് നമുക്ക് ലഭിക്കുക.